കോയമ്പത്തൂരിൽ വയോധികനെ കാട്ടാന ചവിട്ടിക്കൊന്നു. 69-കാരനായ കെ നടരാജനാണ് മരിച്ചത്. രാവിലെ നടക്കാനിറങ്ങിയപ്പോഴായിരുന്നു ആക്രമണം. മുഹമ്മദ് റഹീസ് ചേരുന്നു ചെന്നൈയിൽ നിന്ന്. റഹീസ്, ഇതെപ്പോഴാണ് സംഭവം? നാട്ടിൽ നമ്മൾ കാണുന്നുണ്ട് സ്ഥിരമായിട്ട് ഇങ്ങനെ വന്യജീവികളുടെ ആക്രമണം. അവിടെയും ഇത് രൂക്ഷമാണോ? കൂടുതൽ വിവരങ്ങൾ എന്തെല്ലാമാണ് ഇപ്പോൾ? സ്മിത, കോയമ്പത്തൂരിൽ കഴിഞ്ഞ ഒരു മാസമായി കാട്ടാന ആക്രമണം അതിരൂക്ഷമാണ്. കഴിഞ്ഞ ആഴ്ച ഏതാണ്ട് 2-3 ദിവസം മുമ്പ് മാത്രം ഒരാളെ കാട്ടാന ചവിട്ടിക്കൊന്നിരുന്നു. ശേഷം ഇന്ന് രാവിലെയും ഇത്തരത്തിൽ ഒരു ദാരുണമായിട്ടുള്ള ഒരു സംഭവം ഉണ്ടായിരിക്കുകയാണ്. ഇന്ന് മരിച്ചത് നടരാജൻ എന്നയാളാണ്. 69-കാരനാണ് ഇയാൾ. ഈ തടാകം തുടിയല്ലൂർ റോഡിലൂടെ നടക്കുകയായിരുന്നു രാവിലെ. ഇയാൾ തളിരൂർ വില്ലേജ് സ്വദേശിയാണ്. അവിടെ നിന്നും ഈ റോഡിലേക്ക് എത്തി പ്രഭാത സവാരി നടത്തുന്നതിനിടയിൽ, അത്തരത്തിലൊരു നടത്തം നടക്കുന്നതിനിടയിലാണ് ഇയാളെ കാട്ടാന ആക്രമിച്ചത്. ഇദ്ദേഹം ആ സംഭവ സ്ഥലത്ത് വെച്ച് തന്നെ മരിച്ചു. വിവരം അറിഞ്ഞിട്ടുള്ള കോയമ്പത്തൂർ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് ഈ സ്ഥലത്തെത്തി ഇപ്പോൾ പരിശോധന നടത്തുകയാണ്. ഒപ്പം തന്നെ ഇയാളുടെ മൃതദേഹം ഇവിടെ നിന്ന് കൊണ്ടുപോകാൻ നാട്ടുകാർ സമ്മതിക്കുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. അവിടെ ഇപ്പോൾ പ്രതിഷേധം നടക്കുകയാണ്. ഒരു മാസത്തിലധികമായി കാട്ടാന ഇറങ്ങി പ്രധാനമായും ഈ നഗരത്തിന്റെ പല മേഖലയിൽ പോലും അത് വരുന്നുണ്ട്. കഴിഞ്ഞ ഒരു ദിവസം ഒരു വീടിന് പരിസരത്തെത്തുകയും വീട്ടിനകത്തേക്ക് കയറി നാശനഷ്ടം ഉണ്ടാക്കുകയും ഒക്കെ ചെയ്തിരുന്നു. അപ്പോൾ അത്തരത്തിൽ സ്ഥിരം ജനങ്ങളുടെ ജീവിതത്തിന് വെല്ലുവിളിയായിക്കൊണ്ടിരിക്കുന്ന ഈ കാട്ടാന ആക്രമണത്തിൽ നാട്ടിലേക്ക് ഇറങ്ങുന്നതിൽ അടിയന്തരമായി പരിഹാരം കാണണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് നാട്ടുകാർ ഇപ്പോൾ റോഡിൽ കുത്തിയിരിക്കുകയാണ്. അവർ പ്രതിഷേധിക്കുകയാണ്. സംഭവ സ്ഥലത്തേക്ക് ഇപ്പോൾ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ എത്തിയിട്ടുണ്ട്. ഒപ്പം സ്ഥലം MLA എത്തിയിട്ടുണ്ട്, അരുൺകുമാർ എത്തിയിട്ടുണ്ട്. പക്ഷേ ഇവിടെ നിന്നും പിരിഞ്ഞു പോകാൻ നാട്ടുകാർ തയ്യാറാകുന്നില്ല. മൃതദേഹം ഇവിടുന്ന് മാറ്റാൻ കഴിയില്ല എന്ന് പറയുകയാണ്. ഈ ആനയെ തുരത്താൻ, ഈ പ്രദേശത്തേക്ക് കടക്കുന്നതിൽ നിന്നും തടയിടാൻ അടിയന്തരമായ നടപടി കൈക്കൊള്ളണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഇവരിപ്പോൾ സമരം ചെയ്യുന്നത്. കഴിഞ്ഞ ഒരു മാസത്തിനിടയിൽ 3 പേരാണ് മരിച്ചത്. ഒപ്പം തന്നെ 7 തവണ കാട്ടാന ആക്രമണം ഉണ്ടായി. ഈ കൃഷിഭൂമിയിലൊക്കെ നിരന്തരമായി കാട്ടാന ഇറങ്ങുന്നുണ്ട്. പ്രഭാത സവാരിക്ക് ഇറങ്ങിയ വയോധികനെയാണ് കാട്ടാന ചവിട്ടിക്കുന്നത്. 69-കാരനായ കെ നടരാജനാണ് മരിച്ചത്. ഇപ്പോൾ അവിടെ വലിയ പ്രതിഷേധം നാട്ടുകാരുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നുണ്ട്.